ഫ്രണ്ട്സ്, അപ്പോൾ തയ്യലിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചുരിദാറിൻ്റെ ഒരു ടോപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു പില്ലോ കവർ ഉണ്ടാക്കാം എന്നതാട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം തന്നെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് മാക്സിമം കിട്ടാവുന്നിടത്തോളം നമ്മൾ കയറ്റി വെട്ടണം കേട്ടോ, കഴുത്തിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് തയ്യലൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ ഇതുപോലെ പില്ലോ കവറും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം കിട്ടാവുന്നിടത്തോളം അത് മാക്സിമം നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ, കൂടുതൽ തുണി വേസ്റ്റ് ചെയ്യരുത്. അതിനുശേഷം ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. നമുക്ക് ചില തുണി നമുക്കിതുപോലെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ട് കിട്ടും. പക്ഷെ ചിലത് നമ്മുടെ തുണി കീറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അഴിക്കാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ അഴിക്കുക, അല്ലാത്തത് ഇതുപോലെ ജസ്റ്റ് തുണി കേടാവാത്ത തുണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഉപേക്ഷിക്കാനൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ചുരിദാറൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ പില്ലോ കവറോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ സ്ക്രൂ ചീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇതൊരു അംബ്രല്ല ചുരിദാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി നല്ല വിരിവുണ്ടാവും, മുകളിൽ വിരിവ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു സ്ട്രെയിറ്റ് ആക്കി കറക്റ്റ് ഒരു ചതുരത്തിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് നമുക്കിത് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം കുറേ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് കുറച്ച് കളഞ്ഞാൽ മതി. നമുക്കൊരു ഏകദേശം ഒരു വിരിവ് അറിയാലോ, നമ്മുടെ പില്ലോ കവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അളവ് എടുത്ത് നോക്കിയാൽ മതി. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഈ ഒരു സൈഡ് കണ്ടോ നല്ല വിരിവുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരു നീട്ടത്തിലുള്ളൊരു പീസ് നമ്മൾ എക്സ്ട്രാ മാറ്റി വെക്കണം. അപ്പോഴത്തെ തലാണയുടെ മുകൾ വശത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരു പീസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക കട്ട് ചെയ്ത്. അതിന് ശേഷം എന്താ അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് വേസ്റ്റ് തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അങ്ങനെ ദേ നമ്മൾ ഏകദേശം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ചുരിദാറായാലും അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. സ്ലിറ്റിൻ്റെ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ചതുരത്തിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഈ വെട്ടി മാറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗമാണ് കേട്ടോ, അത് നമ്മൾ എടുത്ത് വെക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ സ്ലിറ്റിൻ്റെ ചുരിദാറാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് പില്ലോ കവർ തയ്ക്കാം. ഏകദേശം ആ ഒരു ഷേപ്പ് ഉണ്ടാവും, നമുക്ക് വെട്ടാനുള്ള ആ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവില്ല. ഈ അംബ്രല്ല ഫ്രോക്ക് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ വിരിഞ്ഞിരിക്കുന്നൊരു ഡ്രസ്സാണല്ലേ, അടിവശമൊക്കെ നല്ലപോലെ വിരിവുണ്ടാവും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്, പിന്നെ ആ ഷേപ്പിൽ വെട്ടേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ പില്ലോ കവർ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ മെഷീനിൽ നൂലും അതുപോലെ തന്നെ നമ്മുടെ ബോബിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ഇതിൻ്റെ 3 സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 3 സൈഡും നമുക്ക് ഒരൊറ്റയടിക്ക് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏറ്റവും മുകൾ വശത്ത് ആ ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ പില്ലോ കവർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 5 മിനിറ്റും വേണ്ടാന്ന് തോന്നുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ കട്ട് ചെയ്യാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ കാരണം നമുക്കൊന്ന് കട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ തുണിയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്യലും എളുപ്പമായിരിക്കും. നമ്മൾ വേറൊരു ഡ്രസ്സിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കട്ടിങ്ങിന് നമുക്ക് കുറച്ച് സമയം മാത്രമേ പോളെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 5-8 മിനിറ്റിനുള്ളിൽ നമുക്ക് കട്ട് ചെയ്യലും സ്റ്റിച്ചിങ്ങും നമുക്ക് തീർക്കാൻ പറ്റുന്നത്. കാരണം അത്ര എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തുടക്കക്കാർക്ക്, അതായത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും പില്ലോ കവർ. ഇതിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ പില്ലോ കവറിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. അതാകുമ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചിങ് നടന്നില്ലെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ അത്ര അപാകത ഉണ്ടാവില്ല. പില്ലോ കവറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചുരിദാറിലും ഇതൊക്കെ അടിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുമ്പോഴൊക്കെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ഡ്രസ്സിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അറിയും. അപ്പോൾ ഇതുപോലത്തേലൊക്കെ നമ്മൾ ആദ്യം തന്നെ തയ്ച്ച് പഠിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പില്ലോ കവറാവും, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ 2 വശം കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ ആ വശം മാത്രം നിർത്തുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഇതൊന്നും കൂടെ ഈ വശം കൂടെ ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക്.
അതിനുശേഷം ആ മുകൾ വശത്ത് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു പീസ് വെച്ച് അടിക്കേണ്ടതായിട്ടുള്ളത്. ഈ 3 വശങ്ങളും അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെട്ടി മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസ് തുണിയില്ലേ, അത് നമുക്കിതിൻ്റെ ആ മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്ത് വെച്ചതായതുപോലെ തന്നെ നമ്മൾ ആ അറ്റത്ത് നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു സൈഡ് ഭാഗം മാത്രം കേട്ടോ, ആ ഒരു പീസ് വെച്ചിട്ട് ആ മുകൾ വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സൈഡും മടക്കി അടിക്കുക കേട്ടോ, ഫ്രണ്ട് ഭാഗം മടക്കി അടിക്കുക. ഇത് തേരുവശം കാരണം നമുക്ക് ഇത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തേരുവശം അല്ലെങ്കിൽ വെച്ചാൽ നൂല് പോരുന്ന കാരണം നിങ്ങൾ മടക്കി അടിക്കുക ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ സൈഡ് വശം എന്താ നമ്മൾ വെട്ടി മാറ്റിയിട്ടുള്ള ആ തുണി ഇവിടെ വെച്ചിട്ട് കറക്റ്റായൊരു പോയിന്റിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് സ്ട്രെയിറ്റ് ആയിട്ടും അടിക്കുക കേട്ടോ, നേരെ ഇതങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ അടിച്ചെടുക്കുക. ഇനി ആ നമ്മളിപ്പോൾ വെട്ടി മാറ്റിയിട്ടുള്ള ആ തുണി ഉണ്ടല്ലോ, അടിയിലെ തുണിയുമായിട്ടാണ് ജോയിൻ ചെയ്ത് അടിക്കേണ്ടത് കേട്ടോ. മുകളിലെ തുണി നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അടിയിലെ തുണിയുമായിട്ട് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടിയിലെ തുണി ഇതും ഒരുമിച്ച് വെക്കുക. മുകളിൽ കാണുന്ന ആ ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് അടിയിൽ കാണുന്ന തുണിയുമേലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് ചെയ്തൊന്നും കൂടെ ആ സൈഡ് ഏറ്റവും അറ്റത്തുള്ള ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 അടിയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ കവർ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് പാകമാവാണ്ട് വെക്കുന്ന ചുരിദാറിൽ നിന്നൊക്കെ ഇതുപോലെ പില്ലോ കവറും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത വ്ലോഗിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഞാൻ അടിച്ചത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഫ്രണ്ട് വശം ഇത് തേര് വശം കാരണം കേട്ടോ മടക്കി അടിക്കാത്തത്. അപ്പോൾ നമ്മുടെ പില്ലോ കവർ കണ്ടോ റെഡി ആയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും മുമ്പത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.